വടകരയിൽ ഷാഫി പറമ്പിലാണോ അതോ കെ ശൈലജയാണോ? ഷാഫി അല്ലാത്തൊരു വേറൊരു പേരില്ല. കെ മുരളീധരൻ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച അത്രയും വോട്ട് ഷാഫി പിടിക്കും. അതിൽ കൂടുതൽ വ്യക്തമായ ഭൂരിപക്ഷം ഷാഫിക്ക് ഇപ്രാവശ്യം ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം 84,000 സംതിങ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ജയിച്ചാലും അത്രയൊന്നും കിട്ടൂല. 1,00,000-ൽ പരം വോട്ടുകൾക്ക് ഷാഫി ഇവിടെ ജയിക്കുമെന്ന് വ്യക്തമാണ്. ഞങ്ങൾക്ക് പാർട്ടിക്കാരുടെ ഒരു തീരുമാനം എന്നല്ല, ഇവിടെ ജനങ്ങൾ തീരുമാനിച്ചതാണ്. അല്ല, വടകരയിൽ വന്നിറങ്ങിയപ്പോ ഷാഫി നല്ല ബിൽഡപ്പ് ആയിരുന്നു. പക്ഷെ പിന്നീട് ബലാബലമായിപ്പോ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ 6 നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നിലായിരുന്നു, ശരിയാ. പക്ഷെ ഇത്തവണ പലയിടത്തും പിന്നി പോകും. ഇപ്രാവശ്യം യഥേഷ്ടം ഒരു സംശയവുമില്ല, എയും UDF ലീഡ് നേടും. LDFന്റെ സ്ഥാനാർത്ഥി നല്ലൊരു സ്ഥാനാർത്ഥിയല്ലേ? 2021 നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ ആളാ കെ ശൈലജ. അത് നിയമസഭ. ആ ഒരു ട്രെൻഡ് ഒന്നും ഇപ്പൊ ശൈലജയ്ക്കില്ല. അല്ല, ഈ നല്ല സ്വീകാര്യത ഉള്ള ആളാണ് കെ ശൈലജ. നിയമസഭയിൽ ടീച്ചർ നടത്തിയിട്ടുള്ള പ്രവർത്തനം ഈ ഇടത്തിൽ കോവിഡ് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള PR വർക്ക് അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും നടന്നിട്ടില്ല. ആ പോളിംഗ് ശതമാനമൊക്കെ കുറഞ്ഞ നിങ്ങൾക്ക് എന്തായാലും തിരിച്ചടിയാവും. ഈ പ്രചരണ സമയത്തുണ്ടായ ആ വിവാദങ്ങളൊക്കെ ഇല്ല, അതൊക്കെ നിങ്ങൾക്ക് നല്ല തിരിച്ചടിയാവും. എന്നാ ഒരു തിരിച്ചടി എവിടെയാണ് ചേട്ടാ? അങ്ങനെ വടകരയിൽ ഇത്തവണയെങ്കിലും LDF ജയിക്കുമോ? 100% വടകര ഈ പ്രാവശ്യം LDF ജയിക്കും. അക്കാര്യത്തിൽ തർക്കമില്ല. അല്ല, 2009 ശേഷം ഇതുവരെ LDF ഇവിടെ ജയിച്ചിട്ടില്ല. 2009 രാഷ്ട്രീയ അല്ല ഇന്നത്തെ സാഹചര്യം. 2024 പൊതു തെരഞ്ഞെടുപ്പിന്റെ അവസ്ഥ തന്നെ മാറ്റേണ്ടി. കെ ശൈലജ വടകരയിൽ ജയിക്കുകയാണെങ്കിൽ എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം? 50,000 വോട്ടിൽ കൂടുതൽ ഭൂരിപക്ഷത്തില് ശൈലജ ടീച്ചർ വിജയിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 നിങ്ങൾ പിന്നിലായിരുന്നു. ആ സാഹചര്യം നോക്കണ്ട, അതെല്ലാം മാറി. RMP എല്ലാം ചിത്രത്തിലേ ഇല്ലാണ്ടായി. അല്ല, TP കേസൊക്കെ ഈ ഇലക്ഷനിലും ചർച്ച ചെയ്തല്ലേ? കുറെ തെരഞ്ഞെടുപ്പിലായി TP വധിച്ച മുതലേ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ വീണ്ടും ഏറ്റെടുക്കുന്ന സംഗതി അതെല്ലാം കഴിഞ്ഞ് കാലം കഴിഞ്ഞ്. 7 നിയമസഭാ മണ്ഡലം എവിടെയൊക്കെ നിങ്ങൾ ലീഡ് ചെയ്യും? വടകരയിലെ 7 മണ്ഡലത്തിലും സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. അല്ല, കുറ്റ്യാടിയിലും നാദാപുരത്തും നിങ്ങൾ ലീഡ് ചെയ്യുന്നതാണോ? ഉറപ്പ്, തീർച്ചയായും. കുറ്റ്യാടി മണ്ഡലം LDFന്റെ അല്ലേ? ചേട്ടാ, നിയമസഭയിലെ കണക്കൊക്കെ ലോക്സഭയിൽ വർക്കൗട്ട് ആവും. കഴിഞ്ഞ വർഷം വിജയിച്ചു പോയിട്ടുള്ള 19 MPമാരും പാർലമെന്റിനകത്ത് നടത്തിയിട്ടുള്ള പെർഫോമൻസ് അങ്ങേയറ്റം മോശമാണ്. ആ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ വർഷം വിധി എഴുതാൻ വേണ്ടി പോകുന്നത്. കെ മുരളീധരനെ മാറ്റി ഷാഫി പറമ്പലിനെ വടകരയിലേക്ക് കൊണ്ടത് കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്ക് അല്ലേ? പരാജയ ഭീതിയുണ്ട്. മുരളീധരൻ ഒളിച്ചോടിയിരിക്കുക. ഈ മുരളി MP അയാളെ കാണാത്ത അവസ്ഥയല്ല. അയാളെ ഞാനെപ്പാ കണ്ടത്? ഈ വടകര മണ്ഡലക്കാരെ എപ്പാ കണ്ടത്? അങ്ങനെ MP ഉണ്ടോ? ഈ പോളിംഗ് ശതമാനം കുറഞ്ഞ നിങ്ങൾക്ക് ദോഷകരാവില്ല? ഞങ്ങളെ വോട്ടർമാർ കൃത്യമായി ഞങ്ങൾ വോട്ട് ചെയ്യിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്കായി കൃത്യമായിട്ട് ഉറപ്പുണ്ട്. പോളിംഗ് ശതമാനം കുറഞ്ഞത് LDF അനുകൂലമായിട്ട് വരും. ആധികാരികമായി തന്നെ പറയുന്നു, ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. 50,000-ന് മുകളിൽ ഭൂരിപക്ഷം ഉണ്ടാവും. ചേട്ടാ, വടകരയിൽ BJPയുടെ അവസ്ഥ എന്താ? BJPക്ക് ഇപ്രാവശ്യം നല്ല മുന്നേറ്റം ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് 10% വോട്ട് തികച്ചു കിട്ടിയില്ല. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ഇരട്ടി ആണ് ഞങ്ങൾ ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരുപാട് പിന്നിലായിരുന്നു നിങ്ങൾ. നമ്മൾ 2 സീറ്റിൽ നിന്ന് 303 സീറ്റിൽ എത്തിയില്ലേ? അതൊക്കെ നമ്മളെ ഇന്ത്യയിൽ നടക്കുമെങ്കിൽ കേരളത്തിലെ വടകരയിലും ഒക്കെ സംഭവിക്കും. അതിൽ തന്നെ 4 നിയമസഭാ മണ്ഡലങ്ങളിൽ 10,000 വോട്ട് തികച്ചു പിടിക്കാൻ പറ്റിയില്ല. ആ സ്ഥലങ്ങളിൽ കൂടി ഈ പ്രാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യം ഉണ്ട്. ശരി, ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞല്ലോ, അത് നിങ്ങളെ ബാധിക്കോ? പോളിംഗ് ശതമാനം BJPക്ക് അതൊരു ദോഷമായി തോന്നുന്നില്ല. വടകരയിൽ BJP ഒട്ടും ശക്തമല്ലല്ലോ, ഇനി എന്താണ് ശക്തി പോവാ? വടകര എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ മേഖലകളിലും BJPക്ക് നല്ല ശക്തമായ സ്വാധീനമുണ്ട്. ശരി. ഈ വടകരയിൽ BJP ശക്തിപ്പെട്ടോ എന്ന് ജൂൺ 4 അറിയാം.